ഇതൊരു ഈവനിങ് സമയമാട്ടോ. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ചക്കട ഉണ്ടാക്കാനുള്ള ഇല പറിക്കാൻ വേണ്ടി മുറ്റത്തിറങ്ങിയതാട്ടോ. നല്ല ചാറ്റൽ മഴയുണ്ട്. പക്ഷെ സാത്തൂട്ടിക്ക് ചാറ്റൽ മഴ വന്നാലും കളിച്ചാൽ മതി. അങ്ങനെ കുറച്ച് ഇലയൊക്കെ പറിച്ചു. അച്ചാമ്മയും മോളും കൂടിയാട്ടോ കളി മൊത്തം. അങ്ങനെ പാടത്തൊക്കെ വെള്ളം നല്ലോണം നിറഞ്ഞു തുടങ്ങി. കാരണം മഴ തന്നെയല്ലേ, മഴ നിർത്താണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പ്ലാവിൽ ഫുള്ള് കുരുമുളകാട്ടോ. കുരുമുളക് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ പ്ലാവിലും. അപ്പോൾ വീട്ടിലെ ആവശ്യത്തിനുള്ള കുരുമുളകൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടാറുണ്ട്. അങ്ങനെ അത്യാവശ്യം പ്ലാവിൻ്റെ ഇലയൊക്കെ അമ്മ പറിച്ചു തന്നു കേട്ടോ. എല്ലാം ചെറിയ ഇലയായിരുന്നു, കാരണം പൊക്കത്താണ്, ഏറ്റവും മുകളിലാണ് നല്ല വലിയ ഇലകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ ഇലകളാണ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വിട്ടെത്തി. അപ്പോഴേക്കും ഞാൻ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കട ചെയ്തുകൊണ്ട് തന്നെ ചക്ക മെയിനാണല്ലോ. അപ്പോൾ ചക്ക വേവിച്ച് വെച്ച ചക്ക നന്നായി വെന്തുടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഗോതമ്പ് പൊടി, മൈദപ്പൊടി, ശർക്കരപ്പാനി, തേങ്ങ, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, പിന്നെ ഇത്തിരി നെയ്യ് ഇടും കേട്ടോ. നെയ്യ് നന്നായിട്ട് ഇത്തിരി കൂടുതലിട്ടാൽ നല്ല, കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല നെയ്യ് ഇട്ടാൽ നല്ല സൂപ്പറായിരിക്കും. അങ്ങനെ അപ്പോൾ അമ്മ ഇവിടെ അട ഉണ്ടാക്കാനുള്ള ഇലയിൽ നമ്മുടെ മാവൊക്കെ വെച്ച് നല്ല സെറ്റാക്കി കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണെങ്കിൽ ആ സാത്തൊട്ടി ഫുള്ള് കളിയാണ്. അങ്ങനെ വിളക്ക് കത്തിക്കേണ്ട സമയമായിട്ടോ. അങ്ങനെ അമ്മയും സാത്തും കൂടി വിളക്ക് കത്തിക്കാൻ പോവാണ്. സാത്തു ആണെങ്കിൽ അമ്മയുടെ പുറകെ ഇങ്ങനെ നടക്കുവേ. ഒരു 6:30 ആകുമ്പോൾ കേട്ടോ നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കാറ്. മുറ്റത്തൊക്കെ അത്യാവശ്യം മഴയത്ത് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്.